ചട്ടമ്പി സ്വാമികൾ അധ്യായം 5. യാത്രകൾ. ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം സിദ്ധിക്കുന്നത്. മഹാനായ താർക്കികൻ, ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച യോഗി, സംഗീതം, സാഹിത്യം, സുകുമാര കലകൾ എന്നിവയിൽ മാറ്റു തെളിയിച്ച പ്രതിഭാശാലി എന്നീ നിലകളിൽ ചട്ടമ്പി സ്വാമികളുടെ പ്രസിദ്ധി നാടാകെ വ്യാപിച്ചു. സ്വാമികളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതായ രസകരമായ ഒരു സംഭവം ഇതിനിടയിലുണ്ടായി. സകല ചരാചരങ്ങളിലും പ്രസരിക്കുന്ന ശക്തിയെ സ്വനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ നമ്മുടെ ചട്ടമ്പി സ്വാമികൾ അഹിംസാത്മകമായ മനോവ്യാപാരത്തിലൂടെ ഏത് ജീവിയെയും പാട്ടിലാക്കുന്നതിനുള്ള തൻ്റെ കഴിവ് ഒന്ന് പ്രകടിപ്പിക്കുവാൻ തീരുമാനിച്ചു. ആയിടെയാണ് ഉദ്യോഗസ്ഥനായ ഒരു സുഹൃത്ത് സ്വാമികളെ വിരുന്നിന് ക്ഷണിച്ചത്. ക്ഷണം സ്വീകരിക്കുമ്പോൾ സ്വാമി ഒരു ഉപാധി മുന്നോട്ട് വെച്ചു. തൻ്റെ കുറച്ച് ശിഷ്യന്മാർ കൂടി ഭക്ഷണം കഴിക്കുവാനുണ്ടാകും, അതിനുള്ള ഏർപ്പാട് കൂടി ചെയ്യണം. തൻ്റെ പ്രൗഢി പ്രകടിപ്പിക്കുവാനുള്ള അവസരം ലഭിച്ചതിന് ആ ഉദ്യോഗസ്ഥനും സന്തോഷിച്ചു. അഹങ്കാരിയും അഴിമതിക്കാരനുമായ ഉദ്യോഗസ്ഥന് ഉചിതമായൊരു പാഠം നൽകണമെന്ന് സ്വാമികൾ നിശ്ചയിച്ചു. സ്വാമികൾ സദ്യക്കെത്തി. പക്ഷേ ഒപ്പം ശിക്ഷഗണങ്ങളിൽ ആരെയും കണ്ടില്ല. എന്താണ് ശിഷ്യന്മാരെത്താത്തത് എന്ന ആതിഥേയന്റെ അന്വേഷണത്തിന് അദ്ദേഹം പറഞ്ഞു, ശിഷ്യന്മാർ ഉടനെ എത്തും, ഇലയിട്ട് സദ്യ വിളമ്പിക്കൊള്ളുക. സദ്യ വിളമ്പിയതും ഒരതിശയം സംഭവിച്ചു. നഗരത്തിൽ അലഞ്ഞു നടന്നിരുന്ന 10-15 പട്ടികൾ സ്വാമിയുടെ ആജ്ഞ അനുസരിക്കുന്ന മട്ടിൽ അകത്തേക്ക് കയറി വന്ന് ഇലകൾക്ക് പിന്നിലായി ഇരപ്പുറപ്പിച്ചു. പൊതുവെ ബഹളപ്രിയരായ പട്ടികൾ ഇവിടെ നല്ല അച്ചടക്കം പാലിച്ചു. പൂർവ്വജന്മത്തിൽ ഈ പട്ടികൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്നുവെന്നും ജനദ്രോഹം, അഴിമതി മുതലായ ദുഷ്ചെയ്തികളുടെ ഫലമായി അടുത്ത ജന്മം ഇവർ പട്ടികളായി ജനിച്ചുവെന്നും സ്വാമികൾ അതിഥേയനോട് പറഞ്ഞു. അഴിമതിക്കാരനായ ആ ഉദ്യോഗസ്ഥന് സ്വാമികൾ നൽകിയ അനാദൃശ്യമായ പാഠമായിരുന്നു അത്. യക്ഷിക്കഥകളിൽ മാത്രം കേട്ടുകേൾവിയുള്ള ഒന്നായി മാത്രമാണ് ചിലർ ഇതിനെ വ്യാഖ്യാനിച്ചത്. യോഗവിദ്യയിൽ ലബ്ധപ്രതിഷ്ഠനായ സ്വാമികൾക്ക് ഇത്തരത്തിലുള്ള മായിക വിദ്യകൾ നടത്തുവാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഒപ്പം ജീവജാലങ്ങളോട് സ്വാമികൾ പ്രദർശിപ്പിച്ചിരുന്ന അസാധാരണ സ്നേഹവും അവ അദ്ദേഹത്തെ അനുസരിക്കുന്നതിനുള്ള കാരണവുമായിട്ടുണ്ടാകാമെന്ന് ചിലർ നിരീക്ഷിക്കുന്നു. ഓവർസിയർ കേശവ പിള്ളയ്ക്ക് മൂവാറ്റുപുഴയ്ക്ക് സ്ഥലം മാറ്റം ലഭിച്ചതോടെ സ്വാമികൾക്ക് തിരുവിതാംകൂറിന് വടക്ക് പര്യടനം നടത്തുന്നതിനുള്ള അവസരം ലഭിച്ചു. മൂവാറ്റുപുഴ കേന്ദ്രമാക്കി അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്രകൾ നടത്തി. ഏറ്റുമാനൂർ, വൈക്കം, പെരുമ്പാവൂർ, ഇടപ്പള്ളി എന്നിവിടങ്ങളിൽ സ്വാമിയുടെ സഞ്ചാരപഥങ്ങളായി. ഏറ്റുമാനൂർ ക്ഷേത്ര പരിസരം അദ്ദേഹത്തെ ഏറെ ആകർഷിച്ച ഒരിടമായിരുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ഒരു ഭജനമഠം സ്വാമികളുടെ ഉത്സാഹത്തിൽ നിർമ്മിതമായി. അവിടെ രാവും പകലും ഭജനയും വേദാന്ത വിചാരവും അരങ്ങിയാണ്. ശിഷ്യന്മാരെ ആരെയെങ്കിലും മുത്തുകിട്ടിയാൽ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം ചെറിയ യാത്രകൾ നടത്തും. ചിലപ്പോൾ നാരായണ ഗുരുവും ഏറ്റുമാനൂരിലെത്തി. അവിടെ നിന്ന് രണ്ടുപേരും ഒന്നിച്ച് നടത്തിയ ഒരു യാത്രയാണ് മീനച്ചിൽ ഇടപ്പാടിയിൽ കണ്ടെത്തിയ ഒരു സ്ഥലത്ത് നാരായണ ഗുരു സ്വാമി മയിൽവാഹന പ്രതിഷ്ഠ നടത്തിയത്. ആ ക്ഷേത്രത്തിന്റെ പ്രവർത്തനം ഇന്നും സജീവമാണ്. മീനച്ചിലാറിലെ കുളിക്കടലിലാണ് സ്വാമി യോഗവിദ്യയിലെ ഒരിനം പ്രയോഗിച്ചിരുന്നത്. സ്വാമികൾ കുടൽ ശുദ്ധി ചെയ്യുന്നത് പ്രാണായാമത്തിലെ ഒരിനം ഉപയോഗിച്ചായിരുന്നു. പാദം മൂടത്തക്ക വിധം ജലപൂരിതരത്തിലിരുന്നിട്ട് പ്രാണായാമത്തിലൂടെ ജലം കുടലിലേക്ക് വലിച്ചു കയറ്റി അരമണിക്കൂറിന് ശേഷം വിസർജിക്കുന്നു. ഈ പരിപാടി അദ്ദേഹം ഇടയ്ക്കിടെ ചെയ്യുന്നതായിരുന്നു. അക്കാലത്ത് സ്വാമികളെ പതിവായി അനുഗമിച്ചിരുന്ന വടക്കേടത്ത് കുട്ടൻപിള്ള സ്വാമികളെക്കുറിച്ചുള്ള തൻ്റെ സ്മരണയിൽ കുറിച്ചിട്ടുണ്ടിത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വെച്ച് രസകരമായ മറ്റൊരു സംഭവവും ഉണ്ടായി. ഏറ്റുമാനൂർ ക്ഷേത്രോത്സവത്തിന് മേളത്തിനെത്തിയ മുണ്ടമ്പിള്ളിമാരാർ തനിക്ക് പ്രമാണത്തിന് നിൽക്കുകയല്ലാതെ കാര്യമായി ഒന്നും ചെയ്യുവാനില്ലെന്ന് പറഞ്ഞു. അത് കേട്ട ചട്ടമ്പി സ്വാമികൾ താനും മേളത്തിന് കൂടാമെന്ന് പറഞ്ഞ് ചെണ്ടയും കോലും എടുത്ത് മേളക്കാർക്കിടയിൽ മുണ്ടമ്പിള്ളിമാരാർക്കൊപ്പം മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചു. മേളം മുറുങ്ങിയതോടെ കുഞ്ഞൻപിള്ള ഉശിരോട് ഉരുട്ട ചെണ്ടയിൽ തൻ്റെ മിടുക്ക് കാട്ടി പല നിലകൾ പിന്നിട്ടു. മുണ്ടമ്പിള്ളി മാരാർ തന്നെ പരീക്ഷിക്കുവാനെത്തിയ കുഞ്ഞൻപിള്ളയ്ക്ക് ഒരു പണി കൊടുക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ പണി പാളിയെന്ന് മാത്രമല്ല, ചട്ടമ്പി ചില മനോധർമ്മ പ്രയോഗത്തിലൂടെ മുണ്ടമ്പിള്ളിക്ക് മറുപടി കൊടുത്തു. കുഞ്ഞൻപിള്ളയുടെ തെളിഞ്ഞ എണ്ണങ്ങൾ മുണ്ടമ്പിള്ളി മാരാരെ അതിശയിപ്പിച്ചു. എവിടെ നിന്നാണ് ചെണ്ട പഠിച്ചതെന്ന മാരാരുടെ ആദരവരുടെ ചോദ്യത്തിന് താൻ ചെണ്ട പഠിച്ചിട്ടൊന്നുമില്ല, ഗുരു കടാക്ഷം കൊണ്ട് ഇങ്ങനെ ചില വിദ്യകൾ വശമായതാണെന്ന് മറുപടി പറഞ്ഞു. കൈത്തണ്ടയിൽ കുന്നിക്കുരു വെച്ച് അത് താഴെ വീഴാത്ത വിധം ചെണ്ട കൊട്ട് പരിശീലിച്ചിരുന്ന സ്വാമികളായിരുന്നു ഈ പറഞ്ഞത്. മേള സാമഗ്രികളിൽ അദ്ദേഹത്തിന് അസാധാരണമായ പ്രയോഗ സാമർഥ്യമുണ്ടായിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ശ്രീഭൂതബലിക്ക് താഴ്മൺ തന്ത്രി ബലി തൂകുന്ന നേരത്ത് ക്രിയയ്ക്കനുസൃതമായ രീതിയിലല്ല തിമിലകൂട്ട് നടക്കുന്നത്. ആ സമയം അടിയന്തരിക്കാരൻ മാരാരുടെ സമീപം നിന്നിരുന്ന സ്വാമികൾ തിമില കൈവശപ്പെടുത്തി ശരിയായ രീതിയിൽ കിട്ടിയതോടെയാണ് ശ്രീഭൂതബലി തന്ത്രശാസനയ്ക്ക് അനുസൃതമായി നടന്നത്.
താഴ്മൻ തന്ത്രിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. ഏറ്റുമാനൂരിൽ താമസിക്കുമ്പോഴാണ് സ്വാമികളുടെ മാതാവിൻ്റെ മരണം. പിതാവ് വാസുദേവ ശർമ്മ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ അന്തരിച്ചിരുന്നു. അമ്മയുടെ അസുഖം നേരത്തെ ഗ്രഹിച്ച സ്വാമികൾ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി അമ്മയ്ക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു. അമ്മയുടെ മരണാനന്തര ക്രിയകൾ അനുഷ്ഠിച്ചതിന് ശേഷം അദ്ദേഹം പിന്നെ വീട്ടിലേക്ക് പോവുകയുണ്ടായില്ല. ഇതോടുകൂടി 5-ാം അധ്യായം പൂർണ്ണമായിരിക്കുന്നു. അടുത്തത് പരിവ്രാജകന്റെ സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന 6-ാം അധ്യായമാണ്. തുടരും.